നിങ്ങൾ ഇതേപോലെ ഫുൾ ടൈം ലാപ്ടോപ്പ് ചാർജിലിട്ടാണ് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, കാണാതെ പോകരുത്, ഫുള്ളിരുന്ന് കാണാം. ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഇത് സേഫായിട്ട് ഇങ്ങനെ ചാർജിലിട്ട് തന്നെ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ചാർജിലിട്ടുണ്ടെങ്കിൽ ഫുൾ 100% ആയതിനു ശേഷം ഫുൾ ചാർജ് ആവല്ലേ, അപ്പോൾ ബാറ്ററി ഇട്ടുണ്ടാവല്ലേ എന്ന്. ശരിയാണ്. നമ്മളൊരു ഫുൾ 100% ആയതിനു ശേഷം പിന്നെയും ചാർജിങ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാറ്ററി ഹീറ്റ് ആവും. അങ്ങനെ ഒരു 1 to 2 yearsനുള്ളിൽ ഇവിടെ ഫുൾ ബാറ്ററി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മിക്കപ്പോഴും നമ്മൾ ലാപ്ടോപ്പ് വാങ്ങിച്ചതിന് ശേഷം കുറേ പ്രാവശ്യം ബാറ്ററി മാറ്റേണ്ട വന്നിട്ടുണ്ടാവും മിക്കവർക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് പറയണമെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് സേഫറായിട്ട് എങ്ങനെ നമുക്ക് ചാർജിലിട്ടുകൊണ്ട് തന്നെ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് ലെനോവോടെ സ്പെസിഫിക്കായി ഞാൻ പറയുന്നത്, ലെനോവിനകത്തൊരു ലെനോവോ വാൻറ്റേജ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. ഇത് നമുക്ക് മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ പോയി കിട്ടും, അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ബാക്കിയുള്ള യൂസേഴ്സ് ഇപ്പോൾ ഡെൽ അങ്ങനത്തെ ഉള്ളവർക്കാണെങ്കിൽ അത് നിങ്ങളെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ChatGPT അതിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സെർച്ച് ചെയ്താലും മതി. എന്താണ് ബാറ്ററി ത്രെഷോൾഡ്, ഹൗ ടു സെറ്റപ്പ് ബാറ്ററി ത്രെഷോൾഡ് ഫോർ ഡെൽ ലാപ്ടോപ്പ്. ഇപ്പോൾ ഡെല്ലാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതാ ലാപ്ടോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ HP എന്ന് വെച്ചാൽ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് കിട്ടും. അപ്പോൾ ഇത് ലെനോവോൻ്റെ ആപ്പാണ്. അപ്പോൾ ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡിവൈസ് സെറ്റിങ്സിൽ പോവാം. അപ്പോൾ അതിനകത്ത് കാണിക്കുന്നത് ചാർജിങ് കാണിക്കുന്നതല്ലേ. ഓക്കെ, ഈ ചാർജിങ്ങിൽ അറ്റ് ഗ്ലാൻസ് ചാർജിങ്. ഓക്കെ, ഇപ്പോൾ ചാർജിങ്ങിൽ ഇപ്പോൾ ഞാൻ ബാറ്ററി ത്രെഷോൾഡാണ് പറയുന്നത്. കണ്ടേ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡിഫോൾട്ട് വരുന്നത് 75% ആണ്. നമ്മൾ സാധാരണ 100% ആകുമ്പോഴും പിന്നെ ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെന്താണെന്ന് വെച്ചാൽ 100% ആയിട്ട് പിന്നെ ചാർജിങ് കട്ട് ഓഫ് ആവും. അതിന് പിന്നെ 75% എപ്പോൾ എത്തണോ അപ്പോഴാണ് പിന്നെ ചാർജ് ആവുള്ളൂ. അപ്പോൾ അതായത് ബാറ്ററി ഹീറ്റ് ആവാണ്ട് ഉപയോഗിക്കുകയും ചെയ്യാം. എന്നാൽ നമുക്ക് ഈ ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടാവില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി റൺ ഔട്ടായിട്ട് ഓഫ് ആവുന്ന പ്രശ്നവും. നമ്മൾ ഇമ്പോർട്ടൻ്റ് കാര്യമൊക്കെയാണ് ചെയ്യുന്നത്. ബിസിനസ്സാണ്, മിക്കവരും ബിസിനസ്സാണ് ചെയ്യുന്നത്, മിക്കവരും വർക്ക് ഫ്രം ഹോം ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചാർജിൽ ഇടാണ്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഓഫായി പോകും, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, എന്നാൽ പിടിച്ചു ഡിഷ്ക്കാണോ?